ഞാൻ മാഷിലേക്ക് എത്തിയാൽ മാഷേ, ഞാൻ നേരത്തെ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് മാറ്റിവെച്ചതാണ്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സമൂഹം കൂടുതൽ വലതുവൽക്കരിക്കപ്പെടുന്നു എന്നൊരു നിരീക്ഷണം മാഷിനുണ്ടോ? മാഷിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നാളെ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണം എന്നല്ല മാഷ് ആഗ്രഹിക്കുന്നത്. പകരം BJP അധികാരത്തിൽ വരരുത്, ലെഫ്റ്റ് വന്നാലും അത് ഐക്യജനാധിപത്യ മുന്നണി വന്നാലും എന്നുള്ളതാണ്. അപ്പോൾ സച്ചിദാനന്ദൻ മാഷ് പറയുന്നതും അങ്ങ് പറയുന്നതും കൂടി കൂട്ടിയൊഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സ്വാഭാവിക സംശയം, ഇടതുമുന്നണി ഭരിക്കുമ്പോഴാണോ BJPയുടെ കൂടുതൽ വളർച്ച നേടുക, അത് രാഷ്ട്രീയമായും സാമൂഹികമായും? അപ്പോൾ സമൂഹം വലതുവൽക്കരിക്കുന്നതിന് ഇടതുപക്ഷം ഒരു കാരണമാകുന്നുണ്ടോ? കാരശ്ശേരി മാഷ്, അതാണോ മാഷും സച്ചിദാ മാഷും ഒക്കെ പറയുന്നതിൻ്റെ രത്നച്ചുരുക്കം? ഡോക്ടർ അരുൺകുമാർ, ആര് നാളെ മുഖ്യമന്ത്രി എന്നുള്ളത് വാസ്തവത്തിൽ എൻ്റെ വിഷയമല്ല. എൻ്റെ ബേജാറ് മുഴുവൻ നാളെ BJP അധികാരത്തിൽ വരും എന്നുള്ളതുമല്ല. നാളെ BJP അധികാരത്തിൽ വരാൻ പോകുന്നില്ല. പക്ഷേ BJP വളരുന്നുണ്ട്. ഇവിടെ എല്ലാ മതസമുദായങ്ങളിലും പൗരോഹിത്യം ശക്തിപ്പെടുന്നുണ്ട്. ആളുകളുടെ ഇടയിൽ സാധാരണ വോട്ടിൻ്റെ ഒക്കെ അപ്പുറത്തുള്ള കാര്യമാണ് ഈ പറയണത്. നിങ്ങൾ ഒരു തീവണ്ടിയിലോ ബസ്സിലോ യാത്ര ചെയ്യുമ്പോൾ, ഒരു കല്യാണപ്പന്തലിൽ ഇരിക്കുമ്പോൾ, ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുമ്പോൾ, ഫേസ്ബുക്കോ വാട്സപ്പോ കാണുമ്പോൾ ഒക്കെ എന്തൊരു തരത്തിലുള്ള ചേരിതിരിവാണ്, എന്തൊരു തരത്തിലുള്ള വെറുപ്പാണ്, എന്തൊരു കയ്പാണ് ഈ നാട്ടിൽ പടരുന്നതെന്നാണ്. അപ്പം കഴിഞ്ഞ 10 കൊല്ലമായി ആ തരത്തിലുള്ള വിഭജനം, ആ തരത്തിലുള്ള ചേരിതിരിവ്, ആ തരത്തിലുള്ള വെറുപ്പിൻ്റെ ഈ പ്രത്യയശാസ്ത്രം, വെറുപ്പിൻ്റെ ഈ പ്രചാരം ആരുണ്ടാക്കിയാലും അതിൻ്റെ ഉത്തരവാദിത്വം ഭരണകക്ഷിക്കാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് അതിലൊരു പങ്ക് വരും. കാരണം അദ്ദേഹമാണ് 10 കൊല്ലമായിട്ട് മുഖ്യമന്ത്രി, അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അരുൺകുമാർ ആലോചിച്ച് നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആളാരാണ്? അദ്ദേഹം SNDPയുടെ സെക്രട്ടറി ആയിട്ട് 30 കൊല്ലം ഭരിച്ചു. അതല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് പച്ചക്കള്ളം പറയുന്നു, അർദ്ധസത്യം പറയുന്നു, അതിശയോക്തി പറയുന്നു, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും സമുദായത്തിന്റെ വകയിൽ ആക്ഷേപിക്കുന്നു. ഇപ്പോൾ ജവഹർലാൽ നെഹ്റു 5 നേരം നിസ്കരിക്കുന്ന മുസൽമാനാണ് എന്ന തരത്തിലുള്ള പമ്പര വിഡ്ഢിത്തം, പച്ചക്കള്ളം, പാവപ്പെട്ട ആളുകൾക്കൊന്നും തിരിയാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ ചെങ്ങാതിയാണ് ഇവിടുത്തെ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാൻ. അദ്ദേഹത്തിന് ക്രിസ്ത്യാനികളെ പറ്റി എന്താണ് അഭിപ്രായം, മുസ്ലിങ്ങളെ പറ്റി എന്താണ് അഭിപ്രായം? ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല. ഈ ചർച്ച കാണുന്ന ആളുകളുടെ മനസ്സിൽ വീണ്ടും കയ്പുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ ഒന്നിനും പിണറായി വിജയൻ മറുപടി പറഞ്ഞിട്ടില്ല. അത് മൗനം കൊണ്ട് അനുവദിക്കുകയും വാക്കുകൊണ്ട് അനുകൂലിക്കുകയും ചെയ്യുന്ന പണി കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് CPM എടുക്കുന്നുണ്ട്. പിണറായി വിജയൻ ഭക്തനാണ് എന്ന് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോ മിണ്ടാത്തത്? AK ബാലൻ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും എന്ന് പറയുന്നത് വർഗീയ പരാമർശമല്ലാതെ വേറെ എന്താണ്? കേരളത്തിലെ 1000-ഓളം പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്ത് പോലും ഭരിക്കുന്നില്ല ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ മുസ്ലിമിന് ആഭ്യന്തര വകുപ്പ് കിട്ടിയാൽ ആപത്താണ് എന്ന തരത്തിലുള്ള വർഗീയ വിഷമാണത്. സജി ചെറിയാൻ പറയുന്ന വകതിരിവില്ലായ്മയ്ക്കൊക്കെ എന്താണ് മറുപടി? അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്ത്യൻ പൗരോഹിത്യവും മുസ്ലിം പൗരോഹിത്യവും ഹിന്ദു പൗരോഹിത്യവും ശക്തിപ്പെടാൻ സഹായിച്ച ഒരു ഗവൺമെന്റ് ആയിട്ടാണ് രണ്ടാം പിണറായി സർക്കാരിനെ ഞാൻ കാണുന്നത്. അതിന്റെ ഒരു വേദിയാണ് നായർ ഈഴവ സഖ്യം. ഇതാണ്, ഇടതുപക്ഷം ഭരിച്ചപ്പോൾ ഏതെങ്കിലും ഒരു കലാപം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് വഖഫിന്റെ വിഷയം വരുന്ന സമയത്ത് മുനമ്പം, ഇത് UDFന്റെ കാലത്താണെങ്കിൽ ഇതിങ്ങനെ തന്നെ കൈകാര്യം ചെയ്യപ്പെടുമായിരുന്നു, സംശയമാണേ. 2, ഹിജാബ് വിഷയം, അത് ഈ സർക്കാരിൻ്റെ കാലത്ത് കൈകാര്യം ചെയ്തത്. ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ. ഇപ്പോൾ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രദർശനം കേരളത്തിൽ തന്നെ ചില പുരോഹിത സംഘടനകൾ ഏറ്റെടുത്ത് നടത്തുന്നത്, ഈ വിഷയങ്ങളൊക്കെ കേരളത്തെ തീപിടിപ്പിക്കാൻ പാകത്തിൽ കത്തി നിന്നപ്പോൾ അവിടെ സമയോചിതമായി ഇടപെടുകയും വളരെ സമവായത്തോടു കൂടി എന്നാൽ കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടില്ലേ ഇടത് സർക്കാർ എന്നുള്ളതാണ്. കലാപമുണ്ടായിട്ടില്ലല്ലോ 10 വർഷം എന്ന് ഇടതുമുന്നണി ചോദിക്കുന്നത്. കലാപം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് നമ്മൾ സങ്കടപ്പെടുകയാണോ അരുൺകുമാർ വേണ്ടത്? കലാപം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ആശ്വസിക്കുകയല്ലേ? ഇപ്പം മുനമ്പത്തെ കാര്യം ഞാൻ പറയാം. മുനമ്പത്തെ സ്വത്ത് വഖഫ് സ്വത്താണ് എന്ന് പറയുന്നത് എല്ലാ നിലയ്ക്കും അസംബന്ധമാണ്. അത് വഖഫ് സ്വത്താണ് എന്ന് പറയുന്ന മുക്കത്ത് ഉമർ ഫൈസിയെ ഇപ്പോൾ വഖഫ് ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്തത് ആരാണ്? ഇടതുപക്ഷമാണ്. അദ്ദേഹമാണ് വീണ്ടും അത് പറയുന്നത്.
കോടതി നിലപാടെടുത്തു കഴിഞ്ഞ തീർപ്പെടുത്തു കഴിഞ്ഞ ഒരു കാര്യത്തിൽ വീണ്ടും അത് പറയുന്ന തരത്തിൽ അദ്ദേഹത്തിന് മേൽവിലാസം ഉണ്ടാകുന്ന മട്ടിലാണ് മുക്കം ഉമർ ഫൈസി പറയുന്നത്. പിന്നെ വഖഫ് ബോർഡിന്റെ കാര്യം, വഖഫ് ബോർഡിന്റെ നിയമനങ്ങൾ PSCക്ക് വിടുന്നു എന്ന് പിണറായി സർക്കാർ നിലപാടെടുത്തപ്പോൾ അതിനെ വളരെ അനുകൂലിച്ച ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പിന്നോട്ട് പോയത്? കാരണം സമസ്തയിലെ സമസ്തയിലെ ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് പുറകോട്ട് പോയത്. അതാണ് പൗരോഹിത്യത്തെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത്. ഇതുപോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ യൂണിഫോം മതി എന്ന് പറഞ്ഞ നിലപാടെടുത്തപ്പോൾ ഇതേ സമസ്തക്കാര്, അതായത് പിണറായി ഗവൺമെന്റിനോട് താല്പര്യമുള്ള സമസ്തക്കാർ UDF സർക്കാർ ആയിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വ്യത്യസ്തമായൊരു നിലപാടുണ്ടാകുമായിരുന്നോ? ഇപ്പോൾ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന്റെ കാര്യത്തിലാണെങ്കിലും, ഇനി ഈവൻ ബിഷപ്പ് ഫ്രാങ്കോയെ പിടിച്ച് അകത്തിട്ടതിന്റെ കേസിലാണെങ്കിലും, ഈ കേസുകളിലെല്ലാം ഇടതുപക്ഷം എടുക്കുന്ന ഒരു ആർജവം UDF കാണിക്കുമായിരുന്നു എന്ന് മാഷിന് തോന്നുന്നുണ്ടോ? അതൊരു സാങ്കല്പിക ചോദ്യമാണ്. ഞാൻ അതിന് മറുപടി പറയാം. ഞാൻ ജയിക്ക് പറഞ്ഞ മാതിരി ഒരു കോൺഗ്രസ് അനുഭാവിയല്ല ഞാൻ. കാരണം അദ്ദേഹം അങ്ങനെ പറയുകയാണെങ്കിൽ സീതാറാം യെച്ചൂരിയും കോൺഗ്രസ് അനുഭാവിയാണെന്ന് അദ്ദേഹം പറയണം. കേരളത്തിന് പുറത്ത് എവിടെയും CPMകാര് കോൺഗ്രസ് അനുഭാവികളാണ്, അവർ സഖ്യകക്ഷികളാണ്. അത് അദ്ദേഹം മറന്നിട്ട് അദ്ദേഹം ഇപ്പം എന്താ സംസാരിക്കുന്നത്? കോൺഗ്രസും BJP ഒരേ മാതിരിയാണ് സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കോൺഗ്രസും BJPയും തുല്യമല്ല. കേരളത്തിന് കോൺഗ്രസും വേണം, CPMും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. അവർ മാറി മാറി ഭരിക്കുന്നതിൻ്റെ മെച്ചങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഇനിയും അത് വേണം. ആ ഇടയ്ക്ക് BJP വളരാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത്. ആ തരത്തിൽ നിങ്ങൾ അരുൺകുമാർ ആലോചിച്ച് നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ ആരുടെ ഏജന്റാണ്? BJPയുടെ ഏജന്റ് അല്ലേ? അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിയല്ലേ BDJS? അദ്ദേഹത്തിന്റെ മകനല്ലേ എന്റെ നേതാവ്? ആ പാർട്ടി BJP നേതൃത്വം കൊടുക്കുന്ന NDA ഗവൺമെന്റിന്റെ മുന്നണിയുടെ ഭാഗമല്ലേ? ഇതൊക്കെ നമുക്ക് പരസ്പരം അറിയുന്ന കാര്യങ്ങളല്ലേ? ഇപ്പോ ഒരൊറ്റ വാക്ക് അരുൺകുമാർ, ഡൽഹി ചെന്ന് ശ്രീ പിണറായി വിജയൻ പ്രസംഗിച്ചതിനെ പറ്റി ജയിക്ക് വലിയ അഭിമാനം പറഞ്ഞല്ലോ. ലോക്സഭയുടെ 3ാം ഘട്ടത്തിൽ മോദിക്കെതിരായിട്ട് സംസാരിക്കേണ്ടി വരും എന്ന ഘട്ടത്തിലല്ലേ മുഖ്യമന്ത്രി കുടുംബത്തെയും കൂട്ടി സിംഗപ്പൂരിലേക്കും മലേഷ്യയിലേക്കും ഉല്ലാസയാത്ര പോയത്? ഇതൊന്നും നമ്മളാരും മറന്നിട്ടില്ല. അതായത് ആഗോള അയ്യപ്പ സംഗമ എന്തിനു വേണ്ടിയാ സംഘടിപ്പിച്ചത്? നായർ ഈഴവ ഏകീകരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിലേക്ക് ക്ഷണിക്കപ്പെട്ട ആളാരാണ്? ഇന്ത്യയിലെ ഒരേ ഒരു സന്യാസി മുഖ്യമന്ത്രി, UPയിലെ ആദിത്യനാഥ്. അദ്ദേഹം യോഗി ആദിത്യനാഥ്. അദ്ദേഹം വരാഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സന്ദേശമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റേ മുഖ്യമന്ത്രിമാർക്ക് ക്ഷണം അയച്ചു, പക്ഷേ മെസ്സേജ് വായിച്ചത് യോഗി ആദിത്യനാഥിന്റെ മെസ്സേജ് കൂടി വായിച്ചു എന്നേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ മുഖ്യമന്ത്രിമാർക്കും ക്ഷണമുണ്ടായിരുന്നു എന്ന് മാത്രം. പക്ഷേ കാരശ്ശേരി മാഷി പറഞ്ഞ വളരെ പ്രധാന അരുൺകുമാർ, യോഗി ആദിത്യനാഥ് ഒറ്റ മിനിറ്റ്. യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചല്ലോ. കർണാടക മുഖ്യമന്ത്രിയെ ക്ഷണിച്ച കൂട്ടത്തിൽ യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചു എന്നുള്ളതാണ് അടിവരട്ട് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ സന്ദേശം മാത്രം വായിച്ചായിട്ടാണ് മാധ്യമങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഒറ്റ കാര്യത്തിന് മറുപടി പറയണം. വെള്ളാപ്പള്ളി അരുൺകുമാർ, വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളൊക്കെ അതായത് BJPക്കും CPM അടുക്കുള്ള പാലമായിട്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകളും വാക്കുകളൊക്കെ ജയിക്ക് ഇപ്പോ അംഗീകരിക്കുന്നുണ്ടോ? പിണറായി വിജയൻ ഭക്തനാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ജയിക്കുന്ന മറുപടി? ശരി. Debate with Dr. Arun Kumar.